ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക കൊണ്ടൊരു ഇഡ്ഡലിയപ്പം ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ചക്കച്ചുള എടുത്ത് 10-15 ചക്കച്ചുള ഉണ്ടായിരുന്നു. അത് കുറച്ച് ഗോതമ്പ് പൊടി, ഒരു 1/4 കിലോ ഗോതമ്പ് പൊടിയും ഒരു 1/4 കിലോ റവയും കൂടി കൂട്ടിയതാണ്. എന്നിട്ട് ശർക്കര പാനി എടുത്ത് മിക്സിയിൽ ഈ പൊടിയും ചക്ക വേവിച്ചതാണ്, വേവിച്ചിട്ട് മിക്സിയിലടിച്ചിട്ട് ശർക്കര നീരും ഈ ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ഒന്നും കൂടി കറക്കിയതാണിത്. എന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയത് ഇഡ്ഡലിയപ്പം ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിതിന് അടിച്ച് വെച്ചതും കാണിച്ചു തരാം. ഉണ്ടോ, ചക്ക നല്ലോണം മിക്സിയിൽ അടിച്ചതാണിത്. മിക്സിയിലടിച്ചിട്ട് ഗോതമ്പ് പൊടിയും ശർക്കര നീരും ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെ കൂട്ടി നമ്മൾ ഇഡ്ഡലിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഇഡ്ഡലിയപ്പം ഉണ്ടാക്കി ഒഴിച്ചെടുക്കുക ഒരു തട്ടിനകത്ത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയപ്പമാണിത്. നമുക്ക് രണ്ടും ഹെൽത്തിയാണ്, ഗോതമ്പും ഹെൽത്തിയാണ്, ചക്കയും ഹെൽത്തിയാണ്. നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് ഇത് ആവിയിൽ വേകണം. എന്താ നല്ല ടേസ്റ്റിയാണിത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. ഇപ്പം എല്ലാവരും ചക്ക എടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചക്ക വരിക്കയായാലും കൊള്ളാം, കൂഴയായാലും കൊള്ളാം. മിക്സിയിലടിച്ചാൽ മതി. വരിക്കച്ചക്ക ആണെങ്കിൽ മിക്സിയിലടിച്ചിട്ട് ശർക്കരപ്പാനിയും ഗോതമ്പ് മാവും ഏലക്കാപ്പൊടി എല്ലാം കൂടി ഒന്നും കൂടി മിക്സിയിൽ അടിച്ച് കലക്കിയെടുക്കണം. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് കോരി ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് ഇഡ്ഡലിയപ്പം ആവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് തിളച്ചോട്ടെ കേട്ടോ വെള്ളം. രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ കുറഞ്ഞൊരു ചൂടിൻ്റെ കാലാവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത് അല്ലേ. കൊതുകാണെങ്കിൽ കൂടുതലും ഉണ്ട്. ഇപ്പം ഇഡ്ഡലിയപ്പം കണ്ടല്ലോ. കുറച്ച് ചക്കച്ചോള ഉണ്ടായിരുന്നു, നല്ലൊരു 15 ചക്കച്ചോള ഉണ്ടായിരുന്നു. രണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്, ഗോതമ്പ് മാവും ചക്കയും. എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും ഷെയറും കൂടി ചെയ്യണം. വെന്തോട്ടെ, ഇതും കൂടി വെന്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഞാൻ പറയണ്ടല്ലോ, ചക്ക ഒരു 15 ചോള, 1/4 കിലോ ഗോതമ്പ് പൊടി, 1/4 കിലോ റവ, ഒരു 1/4 കിലോ കൂടുതൽ ശർക്കര ഉണ്ടായിരുന്നു. അത് ഉരുക്കി പാനിയാക്കി ഗോതമ്പ് മാവും റവയും ഏലക്കായും ജീരകവും എല്ലാം കൂടി ശർക്കര പാനിയിലിട്ട് മിക്സിയിൽ അടിച്ചതാണ്.
നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്കപ്പഴം ഉണ്ടെങ്കിൽ. എല്ലാവർക്കും സുഖമല്ലേ? കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്ന് എല്ലാ അമ്മമാരും തിരക്കിലായിരിക്കും ഇപ്പം. പിള്ളേരെ സ്കൂളിൽ വിടേണ്ട കാര്യങ്ങളും ഡ്രസ്സുകൾ അയൺ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം കൊണ്ട് അമ്മമാർ ഭയങ്കര തിരക്കിലായിരിക്കും. കുത്തി നോക്കാട്ടെ വെന്തോന്നു. ഇപ്പൊ വെന്തിട്ടുണ്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പ്രായമായ ഒരു സ്ത്രീയല്ലേ, അതുകൊണ്ടാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.